ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴെന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. ചെരുപ്പിൻ്റെ പ്രതലം മാറ്റിയിട്ട് ശരിയായിട്ടുള്ള മണ്ണിൻ്റെ പ്രതലത്തെ ചൂടുള്ള മണ്ണിലും തണുത്ത മണ്ണിലും ഒക്കെ ചവിട്ടുന്നതിൻ്റെ അനുഭവം നമുക്ക് വേണം. നമ്മളും ഒരു മണ്ണാണല്ലോ, പക്ഷെ നമ്മൾ ഈ എല്ലാ തരത്തിലും നമ്മളത് കളയുക. സ്വതവേ സസ്യഭുക്കായ മനുഷ്യൻ തൻ്റെ ദുരമൂത്ത് പ്രകൃതിയുടെ താളക്രമങ്ങൾ തെറ്റിച്ച് ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റങ്ങളും വിഷപ്രയോഗങ്ങളും അവനെ മാറാരോഗങ്ങളുടെ നരകത്തിലേക്ക് തള്ളിവിട്ടു. അപ്പോൾ ദാഹിക്കും മാത്രം വെള്ളം കുടിക്കുക, വിശക്കുന്നെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക, ഇല്ലേ? ദൈവത്തോട് പ്രാർത്ഥിക്കുക, നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ. നല്ല ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് ഒരു പ്രശ്നമില്ല. നമ്മൾ 20 ടണ്ണ് വെജിറ്റേഷൻ നശിപ്പിക്കുമ്പോഴാണ് ഒരു പൗണ്ട് ഒരു മാംസം ഉണ്ടാകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മാംസാഹാരത്തിൻ്റെ ആ അടിമത്തത്തിന് വേണ്ടിയിട്ട് ഭൂമിയെ അവൻ തകർത്തിരിക്കുന്നു. 6 ദിവസം നീണ്ടുനിന്ന സൃഷ്ടികർമ്മത്തിനൊടുവിൽ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു. എന്നാൽ ആ വിശ്രമത്തിന്റെ തുടരവകാശം മനുഷ്യൻ അവൻ്റേത് മാത്രമായി ചുരുക്കി. നിന്റെ കാളയും കഴുതയും വിശ്രമിക്കട്ടെ എന്ന പുറപ്പാട് പുസ്തകത്തിലെ വചനം മറ്റ് സൃഷ്ടികളോട് കരുതലില്ലാത്ത മനുഷ്യന്റെ സ്വേച്ഛാധിപത്യപരമായ ക്രൂരതയ്ക്ക് എതിരാണ്. മണ്ണിൻ്റെ പല രൂപങ്ങളുണ്ടല്ലോ. ഇപ്പം പാറയാണെങ്കിലും പിന്നെ എന്താണ് പലയിനം പാറകൾ, ഇതെല്ലാം ഈ മണ്ണിൻ്റെ തന്നെ പലതരം രൂപാന്തരങ്ങളാണല്ലോ. ഇപ്പം വെട്ടുകല്ല് കൊണ്ട് വീട് പണിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ചൂടധികം വരില്ല. വെട്ടുകല്ല് പണിഞ്ഞിട്ട് കുമ്മായം പൂശിയ വീടാണെങ്കിൽ ഇതിൻ്റെ ഈ സൂക്ഷ്മമായിട്ടുള്ള സൂക്ഷിതങ്ങളിൽ കൂടി എയർ സർക്കുലേഷൻ ഉണ്ടായിട്ട് നമുക്ക് വലിയ ചൂട് വരില്ല. അപ്പം നേരെ വെട്ടുകല്ലും കുമ്മായവും ചേർന്നുണ്ടാകുന്ന ഒരു വീട് നിർമ്മാണം ഒക്കെ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിന് പകരം ഇപ്പം വരുന്നത് ചൂട് കൂട്ടുന്ന ഗൃഹനിർമ്മാണ വെട്ടുകല്ല് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ അഭിമാനത്തോടു കൂടി നമ്മളതിനെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം
ഈ ശ്രീലങ്ക മുതൽക്ക് ഇങ്ങോട്ട് ഈ മഹാരാഷ്ട്ര വരെയുള്ള ആ ഒരു പ്രദേശത്ത് മാത്രമേ വെട്ടുകല്ല് കാണുന്നുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഈ ചൂട് കുറയ്ക്കുന്നു, നമുക്കൊരു എന്താണ് ഒരു 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 ശീതള ഛായ ഉള്ള ഒരാവാസ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒരു ആവാസ കേന്ദ്രം. അതിന് ഏറ്റവും പറ്റിയത് വെട്ടുകല്ല് തന്നെയാണ് എന്നുള്ളത്. പിന്നെ നമ്മുടെ ചില ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട് ഇപ്പം മണ്ണ് കൊണ്ടുള്ള വീടാണ്. അപ്പം മൺവീടുകളാണ്. ശ്രീജയുടെ ഒക്കെ വീട് മൺവീടാണ്. അപ്പം മൺവീടിനകത്തും എനിക്ക് തോന്നുന്ന ഈ പറഞ്ഞ ചൂട് വളരെ കുറവാണ്. മണ്ണ് അങ്ങനെ ഈ മരുന്നായിട്ടും ഇപ്പം വീടിനുള്ള വീടായിട്ടും മണ്ണ് തേക്കുകയായിരുന്നു. അതുപോലെ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ ഒക്കെ തറ ടൈൽസ് ഇടുന്ന ഒരു പരിപാടിയാണ്. ക്ലീനിങ് വളരെ എളുപ്പമാണ്. സൗകര്യങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും അതിനു വേണ്ടി പോകും. എന്നാൽ അതേസമയം പണ്ട് കൈമോശം വന്നു പോയ ഒരു സാങ്കേതിക വിദ്യയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം പല പഴയ കൊട്ടാരങ്ങൾ, നമ്മുടെ തിരുവനന്തപുരത്തെ കുതിരമാളിക, തക്കലയുള്ള നമ്മുടെ കൊട്ടാരം, അതിൻ്റെയൊക്കെ ഫ്ലോറിങ്, എൻ്റെ തറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേട്ടുള്ളത് ചിരട്ടക്കരിയും കുമ്മായവും കരിക്കും വെള്ളവും മുട്ടയുടെ വെള്ളയും ചേർക്കും. അപ്പോൾ ഏതോ ഒരു റെയർ കോമ്പിനേഷൻ ആർക്കെല്ലാം അറിയാവുന്നത്. പക്ഷേ അതിട്ട് തളിച്ചിരിക്കുന്ന തിളക്കം കറുത്ത മാർബിൾ പോലെ തന്നെ. അതേസമയം നല്ല കൂളിങ്, നല്ല ശീതളമായ ഒരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് പുറത്തുള്ള ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങനെയുള്ള കെട്ടിടങ്ങളിലേക്ക് കയറുമ്പോൾ കാല് തൊടുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു കുളിർമ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ചില അറിവുകൾ, അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം. മണ്ണ് തന്നെ പലതരത്തിൽപ്പെട്ട വൈവിധ്യങ്ങളോടുകൂടി കുന്നായിട്ടും കൃഷിഭൂമിയായിട്ടും ഇപ്പം ഉറുമ്പുകൾക്കും മറ്റും താമസിക്കാൻ പറ്റുന്ന മണ്ണിനടിയിലെ വീടിടങ്ങളായിട്ടും ഒക്കെ മണ്ണ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി മനുഷ്യനെയും മണ്ണാക്കി നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെ യഥാർത്ഥത്തിൽ മണ്ണ് തന്നെയാണ് ശരീരത്തിലേക്ക് മനുഷ്യനാക്കി നിലനിർത്തുവാൻ, അവൻ ആഹാരം കൊടുക്കുവാൻ, അവന് വേണ്ടുന്നതെല്ലാം അവന് സമ്പാദിക്കുവാൻ, അത് പെറുക്കിയെടുത്താണെങ്കിലും ഉൽപ്പാദിപ്പിച്ചാണെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായ ആ പ്രപഞ്ച സംവിധാനമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് മണ്ണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിവരണാതീതമാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത ദൈവം മണ്ണുമായുള്ള അവൻ്റെ പൊക്കിൾക്കുടി ബന്ധം ഇപ്പോഴും മുറിച്ചു മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ അന്നം ഇപ്പോഴും മണ്ണിൽ തന്നെ വിളയുന്നത്. നമ്മുടെ പ്രാണനെ ചലിപ്പിക്കുന്ന ശക്തിയായി, അപ്പമായി ദൈവം മണ്ണിൽ അവതരിച്ചു. ആ ദൈവത്തെ കളങ്കരഹിതമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും വേണ്ടി ഒരുപോലെ ജീവിക്കാനുള്ള തുല്യ അവകാശം വെച്ച് കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഭൂമിയിലുണ്ട്. അതിൽ ചിന്താശക്തി കൂടുതലുള്ള മനുഷ്യൻ അതിനെ മറ്റ് മേഖലകളിലേക്ക് മറ്റ് ജീവജാലങ്ങളുടെ മേളിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് അവരുടെ എല്ലാം സ്വൈര്യജീവിതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെ അതിനെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവൻ്റെ സ്വന്തം സ്വസൗകര്യങ്ങൾക്കും താല്പര്യത്തിനും വേണ്ടി മാത്രം ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ ഈ ഇരുളും വെളിച്ചവും എല്ലാം വരുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ഭൗതികപരമായി നോക്കുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞാൽ ആത്മീയ തലത്തിൽ നോക്കുമ്പം ഈ പ്രപഞ്ചമൊക്കെ സ്ഥിരമായ ഒരു സംവിധാനം ആരുടെ കാലത്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഏതോ ഇത് ഈശ്വര സൃഷ്ടി തന്നെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മേലിലുള്ള ഈ മനുഷ്യൻ്റെ കടന്നുകയറ്റം ശരിക്കും ഈശ്വര നിന്ദ തന്നെയാണ്. അതൊരിക്കലും പ്രകൃതി വിരുദ്ധമാണ്. അത്തരം നടപടിയിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും പോകാൻ പാടില്ല. അവൻ പ്രകൃതിയിലേക്ക് മടങ്ങി വരണം. കുട്ടനാട് താലൂക്കിലെ രാമങ്കരി പഞ്ചായത്തിൽ മാമ്പുഴിക്കരി പ്രദേശത്തെ ദേവസ്വം മറബത് പാടശേഖരത്തിലെ കർഷകനാണ് അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സത്യസന്ധതയുണ്ട്. നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യ കൃഷിരീതികൾ ഉപേക്ഷിച്ച് ആധുനിക വിഷപ്രയോഗ കൃഷിരീതികളോട് അനിൽകുമാറിന്
താൽപ്പര്യമില്ല. അപ്പോൾ ഈ രാസവളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ വിളവ് കിട്ടും. നെല്ലിനൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല തഴച്ച് വളർന്നൊക്കെ നെല്ല് നിൽക്കും. പക്ഷേ നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ നെല്ലിന് അത്രത്തോളം പച്ചപ്പും അത്രത്തോളം കരുത്തും കാണിക്കത്തില്ല. എന്നാൽ വിളവ് വലിയ വ്യത്യാസമില്ലാതെ തന്നെ കിട്ടാറുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പം ഈ ജൈവത്തിൻ്റെയും രാസവളത്തിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കി കുട്ടനാടിനെ രക്ഷിക്കാൻ ജൈവ കൃഷി മാത്രമേ ഇതിന് സാധിക്കത്തുള്ളൂ. കാരണം രാസവളം അമിതമായ പ്രയോഗമാണ്. ആ അമിതമായ പ്രയോഗത്തിലൂടെ ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ കുട്ടനാട്ടിലാണ്. നമ്മുടെ മണ്ണും ജലവും എല്ലാം മലിനപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ സംരക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള പ്രകൃതിദത്തമായ കൃഷി രീതി അവലംബിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കൃഷി രീതിയിലേക്ക് തിരിയാനുള്ള കാരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പലേക്കർജിയുടെ പുസ്തകം വായിക്കുകയും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്ത ശേഷം ഈ കൃഷി രീതിയിലേക്ക് ഞാൻ ആദ്യമായിട്ട് തിരിയുന്നത്. രാസകൃഷിയുടെ ദുരന്തത്തിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കുട്ടനാട്ടിലാണ്. ആ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പുതിയ ഒരു പരീക്ഷണത്തിന് ശ്രമം നടത്തുന്നത്. ബഹുമാന്യനായ സുഭാഷ് പലേക്കർ അദ്ദേഹം സ്വന്തം ജീവിതാനുഭവത്തിലൂടെ ഉണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് പഠിച്ച് തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു കാലത്ത് കുട്ടനാട്ടിലെ കർഷകർ സ്വയം ഏറ്റെടുത്ത് നടത്തിയിരുന്ന കൃഷിയുടെ മറ്റൊരു രീതി, അതാണ് പലേക്കർ പ്രകൃതി കൃഷി. ഇതിൽ നമ്മൾ വില കൊടുത്ത് യാതൊരു വസ്തുക്കളും വാങ്ങാതെ നാടൻ പശുവിൻ്റെ ചാണകവും പയറുപൊടിയും ശർക്കരയും പഴവും നമ്മുടെ മണ്ണിലെ ജീവാണുക്കളെ ഇതിൻ്റെ സഹായത്തോടെ ശതകോടികളായി പെരുപ്പിച്ച് മണ്ണിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവാണുക്കളെ തിരിച്ചു കൊടുക്കുന്ന ഒരു പുതിയ കൃഷി രീതി. എന്നാൽ ഇതിന് പുതുമകളിൽ ഇത് പണ്ട് നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചു തന്നിരുന്ന ആ രീതി തന്നെയാണ് മറ്റൊരു രീതിയിൽ നമ്മളിവിടെ അവലംബിക്കുന്നത്. ക്യാൻസർ വന്ന് മരിച്ച തൻ്റെ സഹോദരിയുടെ അകാല വിയോഗം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു. വിഷം നിറച്ച ഭക്ഷണരീതികൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കവർന്നെടുക്കുമ്പോൾ നാം പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല. കാരണം ഉത്തരവാദിത്വം നമ്മുടേത് കൂടിയാണ്. 2013 എൻ്റെ സഹോദരി ഇതുപോലെ ക്യാൻസർ രോഗം വന്ന് മരിക്കുകയുണ്ടായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻസർ ഡോക്ടറാണ് ചികിത്സിച്ചത്. അവിടെ ചെല്ലുമ്പോൾ 100 കണക്കിന് രോഗികളെ ഞാൻ അവിടെ കാണാറുണ്ട്. അപ്പം ഓരോ 15-20 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചെല്ലുമ്പോഴും ആദ്യം കണ്ട ആൾക്കാരെ ആരെയും പിന്നീട് കാണാറില്ല. പുതിയ ആളുകളാണ് വരുന്നത്. അത് കൊച്ചു കുട്ടികളും ഒരു 6 മാസം മുതൽ വളരെ അധികം 60-70 വയസ്സിന് മുകളിൽ വരെയുള്ള ആളുകളെ ധാരാളമായിട്ട് അവിടെ കാണാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടറുമായിട്ട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിലാണ് ഡോക്ടറിൻ്റെ പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ നമ്മുടെ മണ്ണും വെള്ളവും എല്ലാം മലിനമായിരിക്കുകയാണ്. അത് അമിതമായ രാസവളവും വിഷവും ചേർത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ പ്രകൃതിയിലേക്ക് തിരിച്ചു പോക്ക് മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൃഷിയിലേക്ക് തിരിച്ചു വന്നത്. കേരളത്തിലെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതമായ 5 പഞ്ചായത്തുകൾ കുട്ടനാട്ടിലാണ് എന്ന് പറയുമ്പോൾ മറ്റെങ്ങും നമ്മളിതിൻ്റെ വേരുകൾ തേടി പോവേണ്ടതില്ല. ഇവിടെ ഉപയോഗിക്കുന്ന രാസവളങ്ങളായാലും രാസകീടനാശിനികളായാലും അതിലുപരി ഏറ്റവും മാരകമായ കളനാശിനികളും എന്താണ് അത് സമൂഹത്തിന്, നമ്മുടെ ജലത്തിന്, നമ്മുടെ പ്രകൃതിക്ക്, നമ്മുടെ ജീവിജാലങ്ങൾക്ക് ഉണ്ടാക്കുന്ന അപകടം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പഠനമോ പരിശോധനകളോ ഇനിയും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. പ്രകൃതി കൃഷി ഒരു പ്രാർത്ഥന പോലെയാണ്. ഒട്ടേറെ കഷ്ടപ്പാടുകളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരും. ഏറെ പഴഞ്ചനെന്ന് തോന്നുന്ന നമ്മുടെ നാടൻ കൃഷിരീതികൾക്ക് നൂറ്റാണ്ട് പഴക്കമുണ്ട്. നമ്മുടെ പൂർവികർ പകർന്നു തന്ന നാട്ടറിവുകൾ അമൂല്യങ്ങളാണ്. 86 കഴിഞ്ഞ പിതാവിൻ്റെ സാന്നിധ്യം ഇക്കാര്യത്തിൽ അനിൽകുമാറിന് ധൈര്യം പകരുന്നു. കുട്ടനാട് എന്നും പരമ്പരാഗതമായ
ഒരു കൃഷി രീതിയുടെ നാടായിരുന്നു. ഇവിടെ എല്ലാ വീടുകളിലും കന്നുകാലികളും അവയുടെ ചാണകവും ചാരവും മറ്റും ഉപയോഗിച്ചും ഞാറ്റുവേലയെയും മേടമഴയെയും ഒക്കെ ആശ്രയിച്ച് കൃഷി ചെയ്ത് പോന്നിരുന്ന കുട്ടനാട് പിന്നീടുണ്ടായ മാറ്റത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയായിരുന്നു. ഇത് ഒരു പരിധിവരെ കർഷകരെ സ്വയം ഏറ്റെടുത്ത ഒരു സംഭവമായിരുന്നില്ല. അവരുടെ മേൽ ഇത്തരമൊരു പുതിയ കാർഷിക രീതി അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയുന്നതാണ് വസ്തുത. രാസകൃഷിയിലേക്ക് മാറുക എന്നത് കുട്ടനാടൻ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് ആത്മഹത്യാപരമായിരുന്നു എന്നതാണ് വസ്തുത. എൻ്റെ പല അടുത്ത സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്, ഗവൺമെൻറ് മണ്ടപ്പണിയല്ല കാണിക്കുന്നത്, പിന്നെ ആയിരക്കണക്കിന് ടൺ ഈ രാസവളങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന എന്തിനാണ്? കൃഷി ലാഭകരമായി അല്ലെങ്കിൽ കൂടുതൽ വിളവിന് വേണ്ടിയല്ലേ? പല്ലിനെപ്പോലുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഈ കൃഷി രീതി പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രകൃതിക്കിണങ്ങുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് പെട്ടെന്ന് അറിയത്തില്ലെങ്കിൽ നാളെ അതിൻ്റെ ഗുണഫലം ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആൾക്കാർ വരും. അപ്പോൾ ഏത് രംഗത്തും കുറച്ച് ആൾക്കാർ മുൻകൈ എടുത്ത് വരാനായിട്ട് ഉണ്ടാകണമല്ലോ. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾക്ക് ഏറെ ദുരിതവും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും അതിൽ കൂടെ ഒരു നല്ല ശോഭനമായ ഭാവി ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് കൂടുതൽ ആൾക്കാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വരും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ കൃഷിയായിട്ട് മുമ്പോട്ട് പോകുന്നത് പറയാറുണ്ട്. ഏതാണ്ട് 70കളുടെ പകുതിയോടെ 2 കൃഷി കുട്ടനാട്ടിൽ ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി രാസ കൃഷി രീതികൾ വളരെ ശക്തമായി കുട്ടനാട്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. അതുവരെയും ഞാറ്റുവേല നോക്കിയും നാളുനീക്കങ്ങൾ നോക്കിയും കൃഷി ചെയ്തിരുന്നവർ 70കളുടെ പകുതിയോടെ 2 പൂവായി കുട്ടനാട് മാറുമ്പോൾ മേട മഴയ്ക്ക് മുൻപായി പൊടിയിൽ ഉഴവ് നടത്തി വിത്തിട്ട് മറച്ച് മഴയിൽ കിളിർത്ത് വരുന്ന കൃഷിരീതിയാണ് ആദ്യം അവലംബിച്ചത്. എന്നാൽ പിന്നീട് ഇതെല്ലാം മാറി മറിയുകയായിരുന്നു. വിള അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടുന്നതിന് വേണ്ടി എന്ന മട്ടിൽ ബഹുരാഷ്ട്ര കുത്തകകളും വൻകിട കമ്പനികളും കുട്ടനാട്ടിലേക്ക് വന്ന് സൗജന്യങ്ങളും വാഗ്ദാനങ്ങളും നൽകി കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകരെ ഒരു രാസകൃഷിയിലേക്ക് തള്ളിവിടുകയായി. ആ രാസകൃഷി ഇന്ന് കുട്ടനാടിനെ മറ്റൊരു ദുരന്തത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചാണ് അനിൽകുമാർ തൻ്റെ വയലിൽ പൊന്നു വിളയിക്കുന്നത്. പൂർണ്ണമായും പ്രകൃതിയോടിണങ്ങിച്ചേർന്നുള്ള ഈ കൃഷിരീതി ആത്മീയതയുടെ നിറവ് തന്നെയാണ്. മലിനമാകാത്ത ജലം, മാലിന്യമില്ലാത്ത ഭക്ഷണം, ശുദ്ധമായ ആഹാര രീതി, രോഗരഹിതമായ സമൂഹം, ഇതെല്ലാം ഉയർത്തിക്കാട്ടുവാൻ ശരിക്കും ഇതൊരു ആത്മീയതയുടെ കൃഷിയാണ്. ഇത് നമ്മുടെ പരമ്പര നമ്മെ പഠിപ്പിച്ചു തന്ന കൃഷിയാണ്. ഇതിലൂടെ മാത്രമേ കുട്ടനാടിനും നമ്മുടെ സമൂഹത്തിനും രക്ഷ നേടുവാനാകൂ എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കൃഷിക്കെന്ന പോലെ കുടിക്കാനും ഈ പുഴയിലെ വെള്ളം ഉപയോഗിച്ചിരുന്ന കാലം മുൻപുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ദുരകൾ ഈ പുഴയെ മലിനമാക്കി. വിഷമൊഴുകുന്ന ഈ പുഴയെ നാം വീണ്ടെടുത്തില്ലെങ്കിൽ ജീവജലത്തിന് പകരം അവൾ നമുക്ക് മരണം സമ്മാനിക്കും. ഞങ്ങളിവിടെ ഈ ആറ്റുതീരത്ത് താമസം തുടങ്ങിയിട്ട് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയാണ്. അന്ന് തൊട്ട് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളെപ്പോലുള്ള എല്ലാ കുടുംബങ്ങളും ഈ ആറ്റിലെ വെള്ളം ഉപയോഗിച്ച് തന്നെയാണ് വെള്ളം കുടിക്കുകയും അവർക്ക് പാചകം ചെയ്യാനുള്ളതും കുളിക്കുക അലക്കുക എല്ലാം ചെയ്തിരുന്ന ഈ ആറ്റിലെ വെള്ളം തന്നെയായിരുന്നു. അന്ന് ഈ വെള്ളം നല്ലതായിരുന്നു, കാരണം യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലായിരുന്നു. ഞങ്ങളെ ഇപ്പം എനിക്കൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ വിടുമ്പോൾ ഈ ആറിൻ്റെ തീരത്താണ് സ്കൂളുള്ളത്. ഊണ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആറ്റിൽ വന്ന് കൈ കഴുകുന്നു. കൈ കഴുകിയ ശേഷം വെള്ളം ആഴത്തിൽ നിന്ന് കോരിയെടുത്ത് ആ പാത്രത്തോട് തന്നെ കുടിച്ചിട്ട് ഞങ്ങൾ കളിയിലേക്ക് ഏർപ്പെടുക. ഞങ്ങൾക്ക് യാതൊരുവിധ അസുഖങ്ങളും വന്നിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്കൊരു അഭിപ്രായമുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ ആറ് മലിനമായത് മനുഷ്യൻ്റെ ചില ഇടപെടലുണ്ട്. അത് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈ കോഴിയുടെ
ചിക്കൻ്റെ പുതിയ ബ്രോയിലർ ചിക്കൻ്റെ വളർച്ച ഒരു പ്രധാന ഘടകമാണ്. അത് വളർത്തലോട് വന്നുകൂടി ഇതിൻ്റെ വേസ്റ്റുകൾ ഇപ്പം വ്യാപകമായിട്ടുണ്ട്. ഇപ്പോഴും ഈ ആറ്റിലെ പ്ലാസ്റ്റിക് കൂടിനകത്തും ചാക്കിനകത്തും കെട്ടിയിട്ട് ആൾക്കാർ ഇത് ആറ്റിലോട്ട് വിട്ടിട്ട് പോവാണ്. ഗവൺമെൻറ് ധാരാളം പ്രചാരണം കൊടുക്കുന്നുണ്ട്, വെള്ളം മലിനമാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോഴും അനുസരിക്കുന്നില്ല. ഇപ്പോൾ ഈ ഷട്ടറൊക്കെ അടയ്ക്കുന്ന അവസരത്തിൽ ഇപ്പം ഒരു സ്ഥലത്ത് അത് നിശ്ചയമായിട്ട് കിടക്കുക, അല്ലെങ്കിൽ ഇത് ഒഴുക്കിന് ഇങ്ങനെ ആറ്റിക്കൂടെ പോകും. അതുപോലെ പ്ലാസ്റ്റിക് കുപ്പികൾ അത് വളരെയധികം മാലിന്യമായി നാടിനെ നശിപ്പിക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം കുട്ടനാടിൻ്റെ പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ്. ഇപ്പം തന്നെ ഇവിടുന്ന് കട്ടയൊക്കെ കുത്തി വള്ളത്തിൽ എടുക്കുമ്പം അതിനകത്തൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകൾ ധാരാളം ചെളിക്കടി കിടപ്പുണ്ട്. യാതൊരു കേടുപാടും സംഭവിക്കാതെ കിടപ്പുണ്ട്. നാടിന് നന്മയുടെ പാഥേയം നൽകുന്ന ഈ കർഷകന്റെ മേൽ തീർച്ചയായും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട്. അനുകരണീയമായ ഇത്തരം മാതൃകകൾ തന്ന് ദൈവം ഈ മണ്ണിനോട് കരുണ കാണിക്കട്ടെ. ആധ്യാത്മിക കൃഷി എന്ന് പറയപ്പെടുന്ന, ഞങ്ങളൊക്കെ ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീറോ ബഡ്ജറ്റ് കൃഷി എന്ന് പറയുന്നത്, ചിലവില്ലാ പ്രകൃതി കൃഷി എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ജീവിയെയും ഹനിക്കുന്നില്ല. കൃഷിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ജീവഹത്യ നടക്കുന്നത്. അങ്ങനെ ഒരു ജീവഹത്യ പോലും ചെയ്യാതെ ജീവനെ പരിപോഷിപ്പിക്കുന്ന ഒരു കൃഷിയാണ് അത്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ അവതാര ലക്ഷ്യം എന്തായിരുന്നു? മനുഷ്യനെ തിരികെ പർദീസയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. പർദീസയുടെ അവസ്ഥ എന്തായിരുന്നു? ഹിംസയില്ലാത്ത ലോകമാണ്. ആ ഹിംസയില്ലാത്ത ലോകം ഇനിയും സാധിക്കും, 21-ാം നൂറ്റാണ്ടിൽ സാധിക്കും. മനുഷ്യൻ അവൻ്റെ ആഹാരത്തിൻ്റെ കാര്യത്തിൽ അവൻ തിരികെ കുറഞ്ഞ പക്ഷം വെജിറ്റേറിയനെങ്കിലും ആയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ശുദ്ധ വെജിറ്റേറിയനായിട്ടെങ്കിലും മാറാൻ മനുഷ്യൻ തയ്യാറായാൽ തീർച്ചയായും ഭൂമിയുടെ സംവിധാനക്രമങ്ങൾ വളരെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇത് പറയുമ്പോഴത്തേക്ക് നമ്മളൊരുതരം ഫനാറ്റിസിസം പറയുകയാണെന്നോ, അതിനെന്താ പറയുന്നത്, തീവ്രവാദം പറയുകയാണെന്നോ ഒന്നുമല്ല ധരിക്കേണ്ടത്. ഭൂമി മനുഷ്യന് മാത്രം ഉള്ളതല്ലെന്നുള്ള ആദ്യത്തെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മറ്റ് ജീവജാലങ്ങൾക്കും കൂടി ജീവിക്കാനുള്ളതാണ് ഈ ഭൂമിയും ഇതിലുള്ള സകലതും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ നമുക്ക് മാറാൻ പറ്റും, നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ ദിനചര്യകളും നമ്മളുടെ ഭക്ഷണ രീതികളും ഒക്കെ മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്വർഗം, അതാണല്ലോ ബൈബിളിലെ ഏറ്റവും വലിയ ദൗത്യം അതല്ലേ, ക്രിസ്തു തരുന്ന ദൗത്യം അതല്ലേ, സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ. ഇന്ന് നമ്മുടെ നാട്ടിലടക്കം ലോകമെമ്പാടും വായുവും ജലവും ഭക്ഷണ സാമഗ്രികളുമൊക്കെ വിഷമയമായി തീർത്ത ആധുനിക സാങ്കേതിക വിദ്യകളാൽ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവൻ്റെ നിലനിൽപ്പിനു വേണ്ടി, ഈ പ്രകൃതി ജീവൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സംവിധാനങ്ങളെ മുഴുവൻ നിലനിർത്തിക്കൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഇന്ന് ലോകത്ത് പരിസ്ഥിതി രംഗത്തും പ്രകൃതി സംരക്ഷണ രംഗത്തുമൊക്കെ ഉയർന്നു കാണുന്നത്. അത് നമ്മുടെ നാട്ടിലും ഈ മണ്ണിനെയും വെള്ളത്തെയുമെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, വായുവിനെയുമെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, വിഷമയമല്ലാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ട്, ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട്, ശുദ്ധജലം കുടിച്ചുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല സകലമാന ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരം നിലനിർത്തിക്കൊണ്ട് ഉള്ള പ്രവൃത്തികളിലാണ്, ജീവസന്ധാരണ മാർഗങ്ങളിലാണ് നാം എല്ലാം ഏർപ്പെടേണ്ടത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത
വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്ക